യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യപ്രകാരം പറയുന്നു, അവൾ തുറന്നാറ് പൈതലിനെ കണ്ടു. ഹല്ലേലൂയ. നമുക്കറിയാവുന്നതുപോലെ മോശക്കുഞ്ഞിനെ കണ്ടുമുട്ടുന്നതായ കാര്യമാണ് അവിടെ കാണുവാൻ തക്കണം ഇടയായത്. ദൈവിക സമയമാകുമ്പോൾ തകർക്കുമെന്നും ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് ഫറവോന്യ മണ്ഡലം മോശെ എബ്രായ ബാലന്മാരെ തകർക്കുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കിയെങ്കിൽ അനേക കുഞ്ഞുങ്ങൾ ആ നദിയിൽ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ വാഗ്ദത്തം ലഭിച്ച മോശക്കുഞ്ഞിനെ പിശാചിക ലോകത്തിന് തകർക്കുവാൻ തക്കവണ്ണം സാധിച്ചില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവിക കൃപയുള്ള ദൈവിക അനുഗ്രഹമുള്ള നമ്മളെ തകർക്കുവാൻ പൈശാചിക ലോകം എത്ര ശ്രമിച്ചാലും അതിനാവത്തില്ല. ദൈവത്തിൻ്റെ തക്കതായ സമയങ്ങൾ നിങ്ങളുടെ മേൽ തുറക്കാൻ തക്കവണ്ണം പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? ഫറവോന്റെ പുത്രി മോശക്കുഞ്ഞിനെ അപ്പോൾ കണ്ടുമുട്ടുവാൻ തക്കവണ്ണമിടയായി. ആ റൈറ്റ് ടൈമിലേക്ക് എന്നെ കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ആ ദൈവിക സമയം ഓപ്പണായി വരികയാണ്. നിങ്ങളുടെ ദൂതിനെ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാമോ? നിങ്ങളുടെ ജോലിയുടെ വിഷയമാകട്ടെ, യാത്രയുടെ വിഷയമാകട്ടെ, എന്തു തന്നെ ആയിരുന്നാലും അതിൻ്റെ നടുവിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ തക്കവണ്ണം പോകുന്നു. നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കാണുന്നവർക്ക് വിവിധങ്ങളാകുന്ന വിഷയങ്ങളാണ്. നിങ്ങളുടെ ഏത് വിഷയമായാലും ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ സമയത്തെ ദൈവം ടച്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ യഥാർത്ഥ ദൈവിക ടൈം അത് ഇപ്പോൾ മുതൽ ഓപ്പൺ ആകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ മക്കളുടെ മേൽ ദൈവിക കൈറോസ് ടൈം, ദൈവത്തിൻ്റെ സമയം ഓപ്പൺ ആകട്ടെ. എല്ലാ പൈശാചിക അതോറിറ്റികളും ക്യാൻസൽ ആകട്ടെ. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.